ഫാമിലിയിലുള്ള പലവരുടെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. സത്യമായിട്ടും ആദ്യം ഇന്ദ്രന്റെ അടുത്ത് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഒരു സ്പോർട്സ് ഡ്രാമ ഉണ്ട്, ഡെബ്യൂ ഡയറക്ടറാണ് ബിപിൻ പോൾ സാമുവൽ, എഡിറ്ററാണ്. ബേസിക്കലി എടുത്തോ, നല്ലതാ, എടുത്തോ എന്നാണ് പറയുന്നത്. ആ വാക്കിൽ തന്നെ ഞാൻ വീണ്ടും നമുക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ കണ്ടന്റിന് ഇതിനെ കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടും. ഞാൻ അതിന്റെ ഒരു ട്രാവൽ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ട്രാവൽ. Hi, hello, and welcome to the show. ഫസ്റ്റ്ലി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ആഹാ തന്നെയാണ്, ആഹാ വിശേഷങ്ങളാണ്. റിലീസാണ്. ആൻഡ് വി ആർ ഓൾ വെരി വെരി ആങ്ഷ്യസ്, എക്സൈറ്റഡ് എന്ന് മാത്രമല്ല ആങ്ഷ്യസ് ആണ്. കാരണം ഇത് നമ്മുടെ പലവരുടെ ആഹാ ഫാമിലിയിലുള്ള പലവരുടെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. ഞാനൊരു വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ആഗ്രഹവും ഇതും ഞാൻ പറയുന്നത്. ഐ റിയലി ഫീൽ ദാറ്റ് ദിസ് ഇസ് വൺ ഫിലിം ഇറ്റ്സ് വർത്ത് കൗണ്ടിങ് ഓൺ. ഇത് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൂവിങ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എന്നെ പോലെയാണ് ഇനി പലവരും, റൈറ്റ് ഫ്രം മനോജേട്ടൻ, ഇന്ദ്രേട്ടൻ, എല്ലാവരും, അമിത്, ശാന്തി, എല്ലാവരും ഉൾപ്പെടെ. ഐ തിങ്ക് it will be a turning point in our life. നാളെ it will decide. ഈ ആഹാ എന്നൊരു പടം വന്നപ്പോൾ ആദ്യം അശ്വിൻ ചേട്ടൻ സ്റ്റോറി കേട്ടപ്പോ എന്തൊക്കെയാണ് ഒരു 3 കാര്യങ്ങൾ അശ്വിൻ ചേട്ടനെ അത് പോസിറ്റീവ് നോട്ടിൽ അശ്വിൻ ചേട്ടനെ ഇഗ്നൈറ്റ് ചെയ്ത് അതൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഫിലിം കരിയറിൽ അതൊരു ബെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് ആണ്? എന്തുകൊണ്ട് ആഹാ എന്നൊരു പടം ബോത്ത് പ്രേക്ഷകർക്കും ആസ് ആൻ ആക്ടർ അശ്വിൻ ചേട്ടൻ? സത്യമായിട്ടും ആദ്യം ഇന്ദ്രേട്ടന്റെ അടുത്ത് ഒരു മെസ്സേജ് അയക്കുക. ഒരു സ്പോർട്സ് ഡ്രാമ ഉണ്ട്, ഡെബ്യൂ ഡയറക്ടറാണ് ബിപിൻ പോൾ സാമുവൽ, എഡിറ്ററാണ്. ബേസിക്കലി എടുത്തോ, നല്ലതാ, എടുത്തോ എന്നാണ് പറയുന്നത്. ആ വാക്കിൽ തന്നെ ഞാൻ വീഴും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചേട്ടൻ one of the most versatile actors in India ആണ് ഇന്ദ്രേട്ടൻ. He is too versatile. He's very spontaneous. That's the best thing I like about him. So when a person like that tells me എടുത്തോ എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റി ചെക്ക് അവിടെ തന്നെ ഒരു ടിക്ക് മാർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നറേഷൻ കേൾക്കുന്നതും പിന്നെ അതിന്റെ ഇന്റൻസിറ്റി ഒരു ബ്രീഫ് ആയിട്ടാണ് പറഞ്ഞത്. എന്നാലും അവിടെ എന്തോ ഒരു സോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. It was a very brief narration. And in the first narration, you will not be able to visualize and എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക കൽപ്പന ശക്തി എന്ന് പറയൂ, അത് ഒന്നും അത്രയ്ക്ക് അധികം ആവില്ല, കാരണം അവർ പറഞ്ഞ സ്ഥിതിക്ക്. പക്ഷെ it grows within you. Aha is like that. It grew within me. ചെറുതായിട്ട് ഒരു സ്പാർക്ക് ഉണ്ടായി, ഒരു സോൾ ഉണ്ട് അവരുടെ നറേഷനിൽ. അപ്പൊ അവിടെ നിന്ന് എവിടെയോ അതൊരു ആദ്യ കൂടുതലായിക്കോട്ട് പോയി. അപ്പൊ then he was kind enough to let me, അതായത് പുള്ളിയുടെ തോട്ട് പ്രോസസ്സിലും ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ എന്നെ കൂടെ ഇങ്ങനെ എന്താ പറയാ കൈപിടിച്ചിട്ട് സഞ്ചരിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്, ഒരു പാഷനേറ്റ് സിനിമ ബോയ്ക്ക് അതൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. He is in his wonderland for like 3 months, അങ്ങനെയായിരുന്നു.
Yeah, so that is how it is important to me. അപ്പം ഒരു ഒരു കോവിഡ് കാരണം കൊണ്ടാണ് ഒരു 2 years ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എത്രമാത്രം ടഫായിരുന്നു ആ ഒരു വെയിറ്റ്? ഭയങ്കര ടഫായിരുന്നു. കാരണം വി ഡോണ്ട് നോ വാട്ട് ഇസ് ലൈക്ക് അഹെഡ് ഓഫ് us. ഭാവിയിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അങ്ങനത്തെ ഒരു ഇറ്റ് വാസ് വെരി ഫ്രീക്കിംഗ് ഔട്ട് എന്ന് പറയാം. കാരണം 2020 ഓൾറെഡി നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് വീട്ടിലാണ്, എല്ലാ ഇങ്ങനെ കഫന് പോലെയാണ് കിടക്കുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് so many people passing away, one after the other. എത്ര പേര് നഷ്ടപ്പെട്ടു പോയത്, ഇനിയും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതായത് നഷ്ടപ്പെടുന്നത് പുതിയതല്ല, പക്ഷെ എത്രയും പെട്ടെന്ന് നമ്മൾ നഷ്ടപ്പെടുന്നു, one after the other. അതിന്റെ ഒരു പേടിയാണ്. We all know we're going to die one day, but when you have this kind of count which is freaking out, അപ്പോ we didn't know where we are headed in life generally. എവിടെ എങ്ങോട്ട് പോയത് തീരും എന്ന്. പക്ഷേ എന്താ പറയാ, thankfully AHA has only given all of us in the team a positive energy, positive vibe. So the positivity അവിടെ പ്രൊഡക്ഷൻ സമയത്ത് തുടങ്ങിയത് ഇപ്പം വരെ ആ പോസിറ്റീവ് നമ്മൾ അങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക, പോസിറ്റീവ് ലൈറ്റ് റിഗാർഡ് ഫോർ AHA. So we'll never get depressed regarding AHA because we all were so confident for one fact that നമുക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ കണ്ടന്റിന് ഇതിനെ കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടും. So അത് എപ്പോ വന്നാലും wherever it comes, because at one point of time we left it, ഇത് OTT ആവോ അല്ലെങ്കിൽ ഇത് എന്താവോ അറിയില്ല. But here I'd like to really praise our producer, Mr. Prem Abraham, who has stood strong still for 2 years. ക്ഷമയ്ക്കും ആ ഒരു എന്താ പറയാ, ഇതിന്റെ മഹത്വം മനസ്സിലായതും എല്ലാം സാറിന്റെ അടുത്താണ് നമുക്ക് നന്ദി അറിയിക്കേണ്ടത്. Thank you, sir. We are seeing such a day because of you. Thank you. ഒരു പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് മൂവി, അതും മലയാളത്തിൽ വളരെ കുറവാണ്. സ്പോർട്സ് മൂവീസ് വളരെ കുറച്ച് ഇറങ്ങാറുള്ളൂ മലയാളം ഇൻഡസ്ട്രി. കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്, ലൈക്ക് കൊക്കോ വന്നിട്ടുണ്ട്, ഫൈനൽസ്, കൊക്കോ, അങ്ങനെ കുറച്ച് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റോറി കേട്ടപ്പം ആക്ടിങ് വളരെ ടഫായിട്ടുള്ള ഒരു സെഷനാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു സ്പോർട്സ് മൂവി ആവുമ്പോൾ കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. കാരണം നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ച് പോർഷൻസ് എങ്കിലും നമ്മൾ റിയലി ഷൂട്ട് ചെയ്യേണ്ടി വരും, അതിന്റെ ഭാഗമാകേണ്ടി വരും. അപ്പം എത്രത്തോളം ടഫായിരുന്നു എന്റെ ഷൂട്ട്? See, actually acting is not tough, and that is what we are there for. പക്ഷേ ആ സ്പോർട്ട് പഠിക്കുന്നതും ആ സ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റവരുടെ അടുത്തും മറ്റേ ഷോർട്ടിൽ ഏത് കാര്യമായാലും അത് വളരെ ജെന്യുവൻ ആയിരിക്കണം. അപ്പോ ആ സ്റ്റഡിയാണ് ഏറ്റവും വലിയൊരു I wouldn't say challenging, പക്ഷെ നമ്മൾ എത്ര ഡീപ്പ് പോയാലും അത്ര നല്ലതാണ്, എത്ര ആഴത്തിൽ പോയാലും നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. കാരണം അങ്ങനെ നമുക്ക് ഒരു അവിടെ ആക്ടിങ് നാച്ചുറൽ ആയിട്ടാണ് വരുന്നത്, പക്ഷെ ഇത് പഠിച്ചെടുക്കണം, മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി, what I'm saying. സോ ഇത് എന്താ പറയാ, we had to just get soaked in that ambience. ആ ആംബിയൻസിലേക്ക് ഒന്ന് we had to like അവിടെ പറഞ്ഞാൽ മതിയായി ജസ്റ്റ് അപ്പൊ അതിന്റെ ഒരു ഫീലും ലാംഗ്വേജും സ്ലാങ്ങും അവര് വടംവലിക്കാൻ പോകുമ്പോ അവരുടെ ഒരു സ്റ്റൈലും. കാരണം നമ്മൾ മത്സരങ്ങൾ കാണാൻ പോയി, നമ്മള് സമ്മാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആഹാടെ ടീമായിട്ട് ആഹാ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട്, വടംവലിയെ കുറിച്ച് സിനിമ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിഥികളെ പോലെ വെറുതെ എത്തിയിട്ട് ആ സമയം വരെ ആക്ച്വലി നമ്മൾ ആരാണെന്ന് അറിയില്ല. ചിലവർക്ക് ചിലപ്പം മോങ്ങാടുമ്പോ അറിയാം. പക്ഷെ കുറെ മത്സരങ്ങൾ കണ്ടു, അവരുടെ ആവേശവും അവരുടെ ആ ഒരു കംപ്ലീറ്റ് സ്പിരിറ്റ് നമ്മൾ കൂട്ടിയെടുത്തു. സത്യം പറഞ്ഞാല് അതൊരു റിയൽ ആംബിയൻസ് നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് I think we just need to let us go free if you want to, start on a journey like that. അപ്പൊ അങ്ങനെയായിരുന്നു. So to be that genuine is, I think, the only challenge, if you can say. But
we were very thankful to get a very talented bunch, I must say, right from Manoj and the King to Indretan, the lead, and so on and so forth. Everybody tailor-made roles are tailor-made. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ. അപ്പം ഇത് കണ്ടിട്ടേ നമ്മുടെ ഷോർട്ട് ഇപ്പം ഒരു ഫസ്റ്റ് ആദ്യമായിട്ടൊരു വടം വലിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഫുൾ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ഹാപ്പിയാണ്, അതായത് നമ്മളൊരു റിയലില് ഒരു വടം വലി ചെയ്യുന്ന ആൾക്കാരെ, വടം വലിക്കുന്ന ആൾക്കാരുടെ പോയി കണ്ടു, എത്രത്തോളം അത് ഒപ്പിയെടുക്കുക, ചില പറഞ്ഞ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു, എത്രത്തോളം ഹാപ്പിയാണ് ആ ഒരു മേക്കിങ്ങിൽ? അതായത് എന്താ പറയാ, പൂർണ്ണമായിട്ടും നമ്മളെ അർപ്പണിച്ചു അവിടെ. സോ അത് ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ എ പ്ലേസ് യു വിൽ നോട്ട് ഗിവ് യുവർ സോൾ ഇൻ ടു ഇറ്റ്. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മളൊരു സ്ഥലത്ത് നമ്മൾ സന്തോഷമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. യു വിൽ ഓൺലി ഡു ഇറ്റ് ഇൻ എ പ്ലേസ് യു ആർ ഹാപ്പി. സോ അത്രയും ഹാപ്പിയാണ് ഞാൻ അങ്ങോട്ട് എന്നെ തന്നെ I just gave it. And it's worth to give yourself to a team like AHA. സത്യം പറഞ്ഞാല്. അപ്പം ഇനിയും പ്രേക്ഷകർ കാണട്ടെ, അത് ഒരു ആ സീൻ കാണുമ്പോൾ അതിന്റെ ഒരു റിയൽ വടംവലിക്കാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു എന്ന് ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് അത് കൂടുതൽ ഹാപ്പിയാണ്. അപ്പം സോഷ്യൽ മീഡിയ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. പലതും പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ ആഹയുടെ കുറച്ച് സോഷ്യൽ മീഡിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാരും നോക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ഇതിനു വേണ്ടിയാണ്. ഓക്കെ, ആഹയുടെ ടീസറിന് യൂട്യൂബിൽ എത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയാം? 789K. സോങ് ഉണ്ട്, ഫസ്റ്റ് സോങ് കടം കഥയെന്ന സോങ്, അർജുൻ അശോക് പാടുന്ന സോങ്. അതിന് എത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയാം? അത് 1 ബില്യൺ ആണെന്ന് തോന്നുന്നു. 1.8 മില്യൺ. ട്രെയിലറിന് എത്ര ഉണ്ടെന്ന് അറിയാം? ആഹാടെ ട്രെയിലർ എനിക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. മില്യൺ അടുക്കുന്നു. 849K. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കുറച്ച് സിനിമകളിലൊക്കെ വടംവലി, മലയാള സിനിമയിലെ കുറച്ച് സീൻസുകളെങ്കിലും വടംവലി വന്നിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാന്ന് അറിയാം? ഏതെങ്കിലും സിനിമയിൽ കണ്ടായിട്ടുണ്ടോ? ഒന്ന് ഒബ്വിയസ്ലി ആട് സിനിമയില് ഉണ്ട്, പിന്നെ നായാട്ടിലുണ്ട്, പിന്നെ കുറച്ച് പഴയ പടമുണ്ട്, മണിച്ചേട്ടൻ അഭിനയിച്ചൊരു പടമുണ്ട്, ചാക്കോ രണ്ടാമത്തെ സിനിമയില് ഒരു ചെറിയ സീൻസ്. അതുപോലെ തന്നെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന സിനിമയിൽ ഒരു ചെറിയ ഒരു കോമിക്കൽ സെക്ഷൻ ഉണ്ട്, അതിനകത്തും വടംവലി യൂസ് ചെയ്തു. ഈ ഒരു ഇപ്പൊ ഈ റൗണ്ട് നമ്മൾ തീരാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു ഹാപ്പിനെസ് എന്നാല് അശ്വിൻ കുമാറിന് എന്താണ്? വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസിന്റെ ഒരു സ്കെയിൽ ഇല്ല. ഒരു സ്കെയിൽ ഇല്ല, അതിന്റെ ഒരു ഇന്റൻസിറ്റിയേ ഉള്ളൂ. എന്താ പറയാ, ഞാൻ ആക്ച്വലി എന്റെ ക്യാരക്ടർ അനുസരിച്ച് നോക്കുമ്പോ ഞാൻ മാക്സിമം കിട്ടുന്നത് വെച്ച് ഹാപ്പി ആവുന്ന ആളാണ്. ഓക്കെ, അപ്പോ ഐ ആം എ പേഴ്സൺ ഹു ട്രൈസ് ടു ബി ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഗെറ്റ്. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അതിന്റെ എക്സ്ട്രീം ഹാപ്പിനെസ് എന്താന്ന് വെച്ചാല് വാരി തരൂല്ലേ, ചിലപ്പോ വാരി കിട്ടും, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് ഒരു ഫേസ്. അതാണ് എക്സ്ട്രീം ഹാപ്പിനെസ്. ഇപ്പൊ ആ ഹാപ്പിനെസ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് പിന്നെ റെസ്ട്രിക്ട് ആയി പോകും. വെരി ജനറിക് വേ. എനിക്ക് എന്തുകൊണ്ടും ഹാപ്പി ആവാം എന്ന് പറയുന്ന ആളിന് ശരിക്കും ഞാൻ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് പല
കാര്യങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര ഹാപ്പി. സോ ഇറ്റ് ഡിപെൻഡ്സ് ആക്ച്വലി ഫ്രം ടൈം ടു ടൈം. ഹാപ്പിനെസ് ഇസ് കോൺസ്റ്റന്റ്. പക്ഷെ അതിന്റെ ഒരു ഗ്രാഫ് അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഫുഡുകൾ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫുഡ് കോമ്പിനേഷൻസ് കാണാം. അപ്പം നമുക്ക് ഇപ്പം ചിലരിപ്പം പറയുന്നുണ്ട് നമുക്ക് നോർമൽ ഉള്ള മീൽസിനെക്കാട്ടിലും രാത്രിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചിപ്സ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിലവർക്ക് മലയാളികളുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫും ആണ് ഇഷ്ടം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഹാപ്പി ഫുഡ് ഉണ്ടോ? യെസ്, തൈരും ചോറും. അടിപൊളി. ഏത് സമയം റെഡി, ഏത് സമയത്ത് കിട്ടിയാലും ഹാപ്പിയാണ്. തൈര് ചോറ് കിട്ടിയാലും. അപ്പം ഈ ആഹയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഷൂട്ട് മുതൽ റിലീസ് ചെയ്യുന്ന തിയേറ്ററിലേക്ക് എത്തും വരെയാണ്. അപ്പം അതൊരു നമ്മൾ പറയില്ല, നമ്മൾ ശരിയാണോ തുടങ്ങി നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ആലോചിക്കുമ്പോൾ അശ്വിൻ ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്റെ ഈ ഡിസിഷൻ ബെറ്റർ ആയിരുന്നു, എന്റെ ഡിസിഷൻ കറക്റ്റ് ആണ് എന്ന് പറയാണ്. എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ ഒരു പടം അശ്വിൻ ചേട്ടൻ സെലക്ട് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് വേണ്ടത്? ഇപ്പൊ ഒരു പടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ് അശ്വിൻ കുമാർ എന്ന ആക്ടറിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പടത്തിൽ? The scope to play two ages. രണ്ട് കാലഘട്ടത്തിലുണ്ടല്ലോ നമ്മൾ, ഇന്ദ്രേട്ടനും ഞാനും. അതിന്റെ ഒരു ട്രാവൽ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ട്രാവൽ. ഡീപ്പ് ഒന്നും പറയാനില്ല. ആ ഒരു സോൾ എനിക്ക് കിട്ടി, അതിന്റെ ബാധ എന്റെ കയറി, അത് ഉള്ളിൽ കയറിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പം പ്രേക്ഷകരോട് പറയുകയാണെങ്കിലും വാച്ച് ഇറ്റ് ഫോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ കാര്യം തന്നെ പറയാം. നിങ്ങൾ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, the work will speak for yourself. നമ്മള് കൂടുതൽ വർക്കിനെ കുറിച്ച് സംസാരിക്കണ്ട. അപ്പം ആഹയ്ക്ക് എല്ലാവിധ ആശംസകളും തരുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമായി മാറട്ടെ. അശ്വിൻ ചേട്ടന്റെ ഒരു ആക്ടിങ് കരിയറിൽ അതൊരു ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് അത് എത്തട്ടെ. എല്ലാവിധ ആശംസകളും തരുന്നു. ലാസ്റ്റ്ലി വ്യൂവേഴ്സിന്റെ അടുത്ത് എന്താണ് പറയാൻ? November 19th is a very important day for നമ്മളെല്ലാവർക്കും ആഹാ ഫാമിലിയിൽ. 2 വർഷം നിങ്ങളുടെ അടുത്ത് ഇത് തിയേറ്റർ വഴി എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമയാണ് ഈ 2 വർഷം. That has not been easy, and so now it is your responsibility. It's the people's movie now. Okay, please support AHA, releasing on November 19th worldwide. അപ്പം ലൈഫിൽ എപ്പോഴും ജോയ് ആൻഡ് ഹാപ്പിനെസ്സോടെ ഉണ്ടായിരിക്കട്ടെ. നല്ല ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക്സ്. Thank you.